കണ്ണൂരിലേക്ക് പോകാം. ഫെലിക്സ് പുളിക്കലുണ്ട്. ഫെലിക്സ്, എങ്ങനെയാണ് കണ്ണൂരിൽ? നല്ല ചൂടേറിയ ആവേശമാണോ? സമയം കുറച്ചുള്ളൂ, അതുകൊണ്ട് എല്ലാവരും എവിടെയാണ് സംഗമിക്കുന്നത്? ആവേശം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൊട്ടിക്കയറുക തന്നെയാണ് കണ്ണൂരിലും. ഇതിപ്പോ കണ്ണൂർ കോർപ്പറേഷൻ നമുക്കറിയാം, സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂര്. അത് പിടിച്ചെടുക്കാൻ LDFും അത് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമായി UDFും കാണുന്നു. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എന്നതാണ്. ആ ആവേശം ഏതായാലും ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ധാരാളം പേർ ഇപ്പോ ഈ ദൃശ്യങ്ങൾ കാണുന്ന LDFിന്റെ കൊട്ടിക്കലാശമാണ്. LDFിന്റെ കൊട്ടിക്കലാശം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നു. UDFിൻ്റെത് കണ്ണൂർ സിറ്റിയിലാണ്. നല്ല വ്യത്യാസമുണ്ട്. 3 മുന്നണികൾക്കും വ്യത്യാസമുള്ള സ്ഥലങ്ങളിലാണ് കൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചത്. പ്രത്യേകിച്ചും സംഘർഷ സാധ്യത മുന്നിൽ കണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. BJPക്ക് മുനീശ്വരൻ കോവിലിന്റെ സമീപത്താണ് NDA മുന്നണിക്ക് അവിടെ കൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചിട്ടുമുണ്ട്. ഏതായാലും വലിയ ആവേശം അണികൾക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കണ്ണൂരിൽ ആകെ മൊത്തം 71 പഞ്ചായത്തുകളുണ്ട്. അതിൽ 57 LDF ആണ് ഭരിക്കുന്നത്. 14 ഇടങ്ങളിൽ മാത്രമാണ് UDFിന് ഭരണമുള്ളത്. ഇത്തവണ 10 വർഷത്തെ ജനവിരുദ്ധ വികാരമുണ്ട്. അത് പ്രതിഫലിക്കും എന്നതാണ് UDF അവകാശപ്പെടുന്നത്. ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, എതിരാളികളില്ലാതെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി LDF ഇതിനോടകം പല സീറ്റുകളും വിജയിച്ചു കഴിഞ്ഞു. അങ്ങനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം ആവേശമുണ്ട്, ആവേശം തീർത്താ തീരൂല. നമ്മുടെ ആവേശം സൂപ്പറാ. പിടിച്ചിരിക്കോ സഖാക്ക, അങ്ങനത്തെ ഭരണം കാഴ്ചവെച്ച് UDF എല്ലാം നശിപ്പിച്ച്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. കസാനക്കോട്ട് നമ്മൾ ജയിക്കോ 100%. അത് തന്നെയാണ് പ്രവർത്തകരടക്കം അവകാശപ്പെടുന്നത്. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നാണ്. പക്ഷേ എന്നാൽ അഭിമാന പോരാട്ടമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഏക കോർപ്പറേഷനാണ് UDFും. അതുകൊണ്ട് നിലനിർത്താൻ ആവേശത്തോടെയുള്ള പ്രചാരണം നടത്തുന്നു. അങ്ങനെ കണ്ണൂർ നഗരത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആവേശം തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇപ്പോൾ കടന്നു വരുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അടക്കമുള്ളവർ ഏതായാലും കോർപ്പറേഷനിൽ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ ആ റാലിയിൽ അണിനിരക്കുന്നുണ്ട്. UDFിന്റെ നേതാക്കൾ. UDFിന്റെ കൊട്ടിക്കലാശം അത് താണ മുതൽ സിറ്റി വരെ, കണ്ണൂർ സിറ്റി വരെ ഉള്ള ഭാഗങ്ങളിലാണ്. അവിടെ ആ നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതായത് ആന്തൂരിലും മലപ്പട്ടത്തും കണ്ണപുരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ LDF എതിരില്ലാതെ ജയിച്ചതാണ്. 14 ഇടങ്ങളിലാണ്, 14 വാർഡുകളിൽ LDF എതിരില്ലാതെ ജയിച്ചു. കഴിഞ്ഞ വർഷം 2020 അത് 18 ആണെങ്കിൽ അത് 14 കുറഞ്ഞു. അതാണ് UDF പറയുന്ന ആത്മവിശ്വാസം. പക്ഷേ ഏതായാലും വലിയ രീതിയിലുള്ള ആവേശം തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിൽ കണ്ണൂരിൽ പ്രകടമാണ്.